അപ്ലോഡ് ചെയ്യണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. പക്ഷേ ഞാൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചു ഇത് എവിടെയാണെന്ന്. അപ്പോൾ പിന്നെ അപ്ലോഡ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. പറഞ്ഞു വരുന്നത് ഈ പാറക്കുളത്തിനെ കുറിച്ചല്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി. അതാണേ ചെറിയ ചാറ്റൽ മഴ ഉള്ളത് കൊണ്ട് ചിക്കുവിന്റെ തലയിൽ ഞാനൊരു തോർത്തുമുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ അമ്മമ്മേനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ വഴിക്കാണ് കേട്ടോ ഈ നാട് കാണലൊക്കെ. ഞാൻ ക്യാമറയും കൊണ്ടുവന്ന കറക്റ്റ് സമയത്ത് ഈ ചേട്ടൻ്റെ കയ്യിലുള്ള ഒരു മീൻ ചാടിപ്പോയി. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. വേറെ എവിടെയോ ടൂർ പോയൊരു ഫീലൊക്കെ ആയിരുന്നു. ഇവിടെ മുഴുവൻ പാറേൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം കയറി നിൽക്കുകയാണ്. നമുക്ക് അതിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റും. ഈ പുല്ലിൽ നിറയെ ഒരു കറുത്ത ചിറകുള്ള തുമ്പി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പൂവും കായൊക്കെ പറിച്ച് അപ്പോഴേക്കും മഴ കൂടി ഞങ്ങൾ ഇങ്ങനെ കയറി പോന്നു കേട്ടോ. ഒരു ഭാഗത്ത് ഇങ്ങനെ ആമ്പലൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞങ്ങൾ പോന്നപ്പോഴത്തേക്ക് അവിടെ വേറെ കുറേ ആളുകൾ വന്നിരുന്നു. വന്നു കയറിയ ആണുങ്ങൾക്കൊക്കെ മാനു എന്നാണ് അമ്മമ്മ പേരിട്ടിട്ടുള്ളത്. അങ്ങനെ എൻ്റെ മാനുവിന്റെ ഫോട്ടോ കണ്ടിട്ടുള്ള ചിരിയാണ് കേട്ടോ കണ്ടത്. തിരിച്ചു പോരുമ്പോഴാണ് ഞങ്ങൾ ഈ പാടത്തുള്ള ചായക്കട കണ്ടത് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്കിങ്ങനെ അതിമനോഹരമായ വിദൂരതയിലേക്ക് കണ്ണും നട്ടിരുന്ന് ചായ കുടിക്കാം. കണ്ണു നടാൻ ഇഷ്ടമില്ലാത്തവർക്ക് തണുത്ത കാറ്റും കൊണ്ട് ചൂട് ചായ കുടിക്കാം. മുന്നിലും ബാക്കിലും സൈഡിലും എല്ലാം പാടാം. നടുവിലൂടെ ഒരു റോഡ് ഉണ്ടെന്നേ ഉള്ളൂ. ഒരു പരിപ്പുവട, ഒരു കായ് ബജി, ഒരു കട്ട്ലേറ്റ്, ഒരു മുട്ട ബജി. ഓർമ്മ ലിസ്റ്റ് എഴുതിയതാണെന്ന് തോന്നുന്നു. 2 ദിവസമായിട്ട് മൈഗ്രെയിന്റെ സിംറ്റംസ് ഇങ്ങനെ വന്നും പോയിരിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഞാൻ കഴിച്ചില്ല. ചായ കുടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. റോഡിന്റെ 2 സൈഡിലും പാടാണ്. ആ വെള്ളക്കെട്ട് കാണുന്നത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആണേ. മുമ്പ് ഒരു ദിവസം ഞങ്ങൾ ഇതിലെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മഴവില്ലും കൂടെ കണ്ടായിരുന്നു കേട്ടോ. അന്ന് പക്ഷേ ചായക്കട ഉണ്ടായിരുന്നില്ല. എന്ത് രസമാണ് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ. ഈ സ്ഥലം വരുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. അതായത് മഞ്ചേരി നിലമ്പൂർ റൂട്ടിൽ തിരുവാലിയാണ്. വൈകുന്നേരം ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവും. 10 രൂപയുള്ള ഒരു ചായക്കും കടിക്കും കേട്ടോ. ഇത് തൊട്ടപ്പുറത്തുള്ള വേറൊരു റോഡാണ്. നേരത്തെ നമ്മൾ കണ്ട പാടത്തിന്റെ നടുവിലൂടെയാണ് കേട്ടോ ഇത്. ഞങ്ങളൊരു 5 മണി കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. കുറേ ആളുകൾ ഉണ്ടായിരുന്നു. മീൻ പിടിക്കാൻ വന്നവരും വെറുതെ കറങ്ങാൻ വന്നവരും ഒക്കെ ആയിട്ട്. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ചിക്കു അമ്മച്ചൻ്റെ അടുത്ത് വാശി പിടിക്കായിരുന്നു. അങ്ങ് ദൂരെ കാണുന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ ചായ കുടിച്ച കട. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ശരിക്കും അച്ഛൻ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇത്രയും ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.